നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സൗദിയിൽ യാത്രാവിലക്ക് നടപ്പാക്കേണ്ടതില്ല എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി വ്യക്തമാക്കി. കോവിഡ് വ്യാപനം നേരിടുന്നതിൽ സമൂഹം സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചു. തൊഴിലാളികൾ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങിയതും നേരിട്ടുള്ള വിദ്യാഭ്യാസം പുനരാരംഭിച്ചതും നേട്ടങ്ങളുടെ ഭാഗമാണ്. തവൽക്കന ഉപയോഗിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും തുടരാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദിയിൽ പുതുതായി 3460 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിലെ രോഗബാധിതരിൽ 843 പേർ സുഖം പ്രാപിച്ചു. ഇതോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കേസുകളുടെ എണ്ണം 5,78,753 ആയി. ഇവരിൽ 5,46,614 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 8,893 ആയി. നിലവിൽ 23,246 രോഗികളാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ 141 പേരുടെ നില ഗുരുതരമാണ്. സൗദി അറേബ്യയിൽ വൻതോതിൽ കോവിഡ് വ്യാപനം ഉണ്ടായേക്കാമെന്ന് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജാലജിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരെ രോഗം ബാധിച്ചാലും ഗുരുതരമാകില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണ്. ബൂസ്റ്റർ ഡോസുകൾ എടുത്തവർ പൂർണ്ണമായും പ്രതിരോധശേഷി നേടിയിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ എല്ലാവരും വാക്സിനുകൾ പൂർത്തിയാക്കണം. വാക്സിൻ ക്ഷാമം രാജ്യത്തില്ല. രാജ്യത്ത് ഒമിക്രോൺ വകഭേദമാണ് പുതിയ വ്യാപനത്തിന് കാരണമെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി പറഞ്ഞു. അതേസമയം കോവിഡ് വീണ്ടും വ്യാപിച്ചെങ്കിലും ലോക്ഡൌൺ ഇനി നടപ്പിലാക്കില്ലെന്നും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ രോഗവ്യാപനം കണക്കിലെടുത്ത് കടുത്ത നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളുമാണ് സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിയേറ്ററുകളിലെ ആകെ സീറ്റുകളിൽ പകുതി പേരെ മാത്രമാണ് പ്രവേശിപ്പിക്കാൻ സാധിക്കുക. ഒരു കുടുംബം തിയേറ്ററിൽ കയറിയാൽ 5 പേർക്ക് ഒന്നിച്ചിരിക്കാം. തുടർന്നുള്ള 2 സീറ്റുകൾ ഒഴിച്ചിടണമെന്നാണ് നിർദ്ദേശം. അതേസമയം രോഗവ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കടുപ്പിക്കുകയാണ്. എല്ലായിടത്തും പൂർണ്ണമായും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. മൂക്കും വായയും അടക്കം മറയുന്ന തരത്തിൽ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം. നിർദ്ദേശം പാലിക്കാത്തവർക്ക് 1000 റിയാൽ വരെ പിഴ നൽകേണ്ടി വരും. കച്ചവട സ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ആളുകളിലും പൊതുസ്ഥലത്തും മാസ്ക് നിർബന്ധമാണ്. അതിനൊപ്പം കടകളിലെത്തുന്ന ഉപഭോക്താക്കൾ 1.5 മീറ്റർ ശാരീരിക അകലം പാലിക്കണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിൽ കോവിഡ് നിബന്ധനകൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയും തുടരുകയാണ്. മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനകളാണ് രാജ്യത്തുടനീളം ഇപ്പോൾ നടക്കുന്നത്. ജിദ്ദയിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ 22 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാപക പരിശോധനകൾ നടത്തുന്നത്. ജിദ്ദ മുനിസിപ്പാലിറ്റി നടത്തിയ 6,282 റെയ്ഡുകളിൽ 47 നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കാതിരിക്കുക, മാസ്ക് ധരിക്കാതിരിക്കുക, ഉപഭോക്താക്കളുടെ ശരീര താപനില പരിശോധിക്കുന്നതിൽ വീഴ്ച, സ്ഥാപനങ്ങളിലെ ആൾക്കൂട്ടം, തവൽക്കന ആപ്ലിക്കേഷൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.